എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വീണ്ടും നമ്മളൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. കച്ചോരി നോർത്ത് ഇന്ത്യൻ ഒരു ഡിഷല്ല, ഒരു പലഹാരം. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തു. അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കച്ചോരിക്കായിട്ട് 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഗീ, 1 സ്പൂണോളം ഗീ, പിന്നെ ആവശ്യത്തിന് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും കുറച്ചതായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. നമ്മളെ മൈദ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രീതിയിലുള്ള ആ രീതിയിൽ കുഴച്ചെടുക്കുക. നന്നായിട്ട് മാക്സിമം നന്നായിട്ട് കുഴക്കണം. ആ കുഴക്കുന്ന ഇതിലായിരിക്കും നമ്മുടെ കച്ചോരി പെർഫെക്റ്റ് ആവുക. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ അത് അവിടെ അടച്ച് വെക്കുന്നുണ്ട്, കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. കുറച്ച് എണ്ണയിൽ ജീരകം, പിന്നെ മല്ലി ചതച്ചത്, പച്ചമല്ലിയില്ല അതും, പിന്നെ ആവശ്യം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഇതിലേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടുക. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും, അതിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. എരിവിനൊക്കെ കണക്കായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ടത്. ഗരം മസാല ഒരുപാട് ഇടുക. എന്നിട്ട് ആ പച്ച കുത്തക്കം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഞാനിതിൽ ഇടാൻ പോകുന്നത് ആലുവാണ്. അതിനു മുമ്പ് ഇതിൽ കുറച്ച് മേത്തി മസാല ഉണ്ട്. മേത്തി എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്. അത് സ്കിപ്പ് ചെയ്യാവണമെന്നില്ല. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തതാണ് ഇടുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം. അതല്ലെങ്കിൽ ചിക്കൻ, നോൺ വെജ് ഇഷ്ടമുണ്ടെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇടാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ബോളാക്കുക. നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നില്ല, ആ രീതിയിൽ ബോളാക്കി എടുത്ത് വെക്കുക. എല്ലാം ഒരു 4 ബോളാക്കിയിട്ടുണ്ട്. ഈ ബോളെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നന്ന നൈസാക്കാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ തന്നെ വേണം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ നമ്മളത് അതിലേക്ക് മസാല വെക്കാൻ വേണ്ടിയാണ്. നമ്മളുണ്ടാക്കിയ മസാല അതിൻ്റെ സെൻറ്ററിൽ കുറച്ചിടുക. ഒരുപാട് ഇടാൻ പാടില്ല, കുറച്ച്. എന്നിട്ട് ഇത് എല്ലാ സൈഡും എടുത്തിട്ടൊന്ന് ഇതൊന്ന് വീണ്ടും പിന്നെ ബോൾ രൂപത്തിലാക്കണം. എല്ലാ സൈഡും ഒന്ന് വലിച്ച് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്കിട്ട് ഒന്ന് വലിച്ചെടുക്കുക. ഇതെല്ലാം പ്രസ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. കാരണം അത് എണ്ണയിലിട്ടാൽ പൊട്ടാൻ പാടില്ല, ആ രീതിയിലായിരിക്കണം. നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് എല്ലാ സൈഡും ഒന്നും യാതൊരു കാരണവശാലും അകത്തേക്ക് എണ്ണ കയറാൻ പാടില്ല. അതുകൊണ്ടാണ് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. പിന്നെ എണ്ണയിലേക്ക് ഇടുക. എണ്ണ നന്ന ചൂടാവരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്. ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ പൂരിയൊക്കെ ഇടുമ്പോൾ ഒരുപാട് എണ്ണ ചൂടാക്കിയിട്ട് ഇതാക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കണം. കാരണം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് പുറം നന്ന ബ്രൗൺ കളറാവും, പക്ഷേ അകം വെന്ത് കിട്ടില്ല, കുറച്ച് കട്ടിയുള്ളതാണ്. ഇതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ടൈം എടുക്കും. എന്തായാലും 5 മിനിറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ എടുക്കും. എന്നാലും ശരിക്കും അത് പെർഫെക്റ്റ് ആവുള്ളൂ. അകമൊക്കെ നന്നായിട്ട് വന്നിങ്ങനെ ബ്രൗൺ കളറായി വരും. ചെറിയ തീയിലങ്ങ് വെച്ചാൽ മതി. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഏകദേശം ഈ കളറാകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഒട്ടും എണ്ണ കുടിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. നമ്മൾ കാണുമ്പോഴേക്കും ഇത് എണ്ണയിലിട്ട് പൊരിക്കുന്നതുകൊണ്ട് ഒരുപാട് എണ്ണ ഇതിലേക്ക് കുടിക്കുന്നു. പക്ഷേ ഒട്ടും എണ്ണ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആലു കച്ചോരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.